ടി.പി. കേസ് പ്രതി കൊടിസുനിയുടെ പരോളിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമെന്നും ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ലെന്നും ന്യായീകരണം. പരോൾ നൽകിയത് അപരാധമെന്നും അപരാധമല്ലെന്നും താൻ പറയുന്നില്ലെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ പിള്ളയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രതികരണം കേട്ടതിന് ശേഷം എത്താം. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോള് വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കൊടിസുനിക്ക് പരോൾ നൽകിയതിൽ ന്യായീകരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഈ ന്യായീകരണ വാദത്തിൽ പറയുന്നത്? രോഹിണി, TP വധക്കേസിൽ ഉൾപ്പെടെ നിരവധി കൊലപാതക കേസുകളിലെ പ്രതിയായ കൊടിസുനിക്ക് പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ന്യായീകരിക്കുകയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ചെയ്തിരിക്കുന്നത്. പരോൾ തടവുകാരന്റെ അവകാശമാണെന്നാണ് MV ഗോവിന്ദൻ ഇന്ന് കണ്ണൂരിൽ പറഞ്ഞത്. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ല. അത് സർക്കാരും ജയിൽ വകുപ്പും തീരുമാനിക്കുന്ന കാര്യമാണ്. പരോൾ നൽകിയത് അപരാധമെന്നും അപരാധമല്ലെന്നും താൻ പറയുന്നില്ല എന്നും MV ഗോവിന്ദൻ പറയുകയുണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ ഒരു കൊലപാതക കേസ് പ്രതിയുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിന് CPMന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോയ സംഭവം വിവാദമായിരുന്നു. അതിലും MV ഗോവിന്ദൻ പ്രതികരിച്ചത് വളരെ ലാഘവത്തോടു കൂടിയാണ്. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശത്തിൽ നേതാക്കൾ പങ്കെടുത്ത സംഭവം പാർട്ടി തള്ളിപ്പറഞ്ഞ് എത്ര ആളുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിന് ആളുകൾ പോകുന്നുണ്ടാകുമെന്ന് MV ഗോവിന്ദൻ പറയുകയുണ്ടായി. കല്യാണത്തിനും വീട്ടുകൂടലിലും പങ്കെടുക്കുന്നതിൽ എന്താണ് കാര്യം? സൗകര്യത്തിനനുസരിച്ച് പങ്കെടുക്കുന്നതിനും പങ്കെടുക്കാതിരിക്കുന്നതിനും ആരെങ്കിലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. പ്രതിയുടെ വീട്ടിൽ പങ്കെടുത്തതിൽ എന്താണ് മഹാ അപരാധമെന്നും MV ഗോവിന്ദൻ ചോദിക്കുകയുണ്ടായി. എല്ലാം നെഗറ്റീവായിട്ടല്ല പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കണമെന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. അതായത് കൊലപാതക കേസ് പ്രതിയുടെ വീട്ടിലെ ഗൃഹപ്രവേശന ചടങ്ങിന് CPM നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്നത് അത് നിസ്സാരമായി കാണാനുള്ളൊരു നിർദ്ദേശമാണ്, ഒരു രീതിയിലുള്ള പ്രഖ്യാപനമാണ് MV ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രോഹിണി, അതുമാത്രമല്ല മിഥുൻ, നമുക്കറിയാം ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിലെ വിചാരണ തുടങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചാൽ അത് സാക്ഷികളെ അടക്കം സ്വാധീനിക്കാനുള്ള ശ്രമം ഉണ്ടാകുമെന്ന് BJPയുടെ ആരോപണവും ഉയർന്നിരുന്നു. കൊടിസുനിയുടെ പരോളിനെ ന്യായീകരിക്കുന്ന CPM നേതൃത്വം ഇതിൽ CPM ഇടപെടില്ല എന്ന് പറയുമ്പോഴും ഏതൊക്കെ രീതിയിലാണ് ഇടപെടൽ ഉണ്ടായത് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായും അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം നമുക്കറിയാം, ന്യൂമാഹി ഇരട്ടക്കൊലപാതക കേസ് 2010 നടക്കുന്നത്. അന്ന് RSS പ്രവർത്തകരായ 2 പേരെ ബോംബെറിഞ്ഞ ശേഷം CPMകാർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ആ കേസിലെ 2ാം പ്രതിയാണ് കൊടിസുനി എന്ന് പറയുന്നയാൾ. ആ കേസിന്റെ വിചാരണ ഈ മാസം 22-ന് തലശ്ശേരി കോടതിയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ആ സമയത്താണ് TP കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിയുന്ന കൊടിസുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നത്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ തുടങ്ങാനിരിക്കെ ഇയാൾ സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും അതുപോലെ തന്നെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നൊരു വിമർശനം തന്നെയാണ് BJPയുടെ ഭാഗത്ത് ഉൾപ്പെടെ ഉയർന്നു വരുന്നത്. കാരണം ഈ സമയത്ത് ഒരു നിർണായക സമയത്ത് കൊടിസുനിക്ക് പരോൾ നൽകുന്നത് അംഗീകരിക്കാനാകില്ല എന്ന് തന്നെയാണ് BJP നേതൃത്വം പറയുന്നത്. ശരി മിഥുൻ, TP കേസ് പ്രതി കൊടിസുനിയുടെ പരോളിനെ ന്യായീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമെന്നും ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ലെന്നും ന്യായീകരണം. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് പരോൾ ലഭിച്ച് പുറത്തിറങ്ങിയത് ഇയാൾ പ്രതിയായ ന്യൂമാഹി ഇരട്ടക്കൊലക്കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ 1 മാസത്തെ പരോൾ കാലയളവിനിടെ കേസിലെ സാക്ഷികളെ കൊടിസുനി സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ സാധ്യതയുണ്ടെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. BJP പ്രവർത്തകരായ 2 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതിയാണ് കൊടിസുനി.